താങ്ക് യു വെൽ. വിഷ്ണു കിളി പോയിട്ടാണല്ലോ വിഷ്ണു ഇരിക്കുന്നത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഫ്രം ബാർസലോണ. ഇപ്പോൾ ഞങ്ങൾ 4 പേരും ബാർസലോണയിലാണ്. ഇന്നലെ നമ്മൾ ഏകദേശം ഒരു രാവിലെ 10:30 ആയപ്പോൾ നമ്മളിവിടെ ബാർസലോണയിൽ വന്നു. ഞാൻ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ടയർഡായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മൾ 4 പേരും ഭയങ്കര ടയർഡായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ട്രാവലിങ്ങും ക്രിസ്മസിന്റെ പരിപാടിയും ഒക്കെ ആയിട്ട് ഇന്നലെ ആയപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ കിളികളും പറന്നു പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ കിളികളെ തിരിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉറങ്ങി റെസ്റ്റ് എടുത്ത് ഈ ഒരു എയർബിഎൻബിയുടെ അകത്ത് തന്നെയായിരുന്നു. യെസ്, അപ്പോൾ ഇന്നാണ് നമ്മൾ ബാർസലോണയിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ചു കാലം മുന്നേ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3 ആഴ്ച മുന്നേ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയിരുന്നു. 4 ആഴ്ച മുന്നേ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല പ്രൈസിനാണ് ടിക്കറ്റും കാര്യങ്ങളും ഈ എയർബിഎൻബി ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. സോ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വിഷ്ണു ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന അറിയുന്ന പോലും. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഒരു ഫുൾ സൈസിൽ വരുന്ന ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയും മനോഹാരിതയുള്ള കുറേ വ്യൂസ് കാണാം. ആൻഡ് ഇത് നല്ല വെളിച്ചമുള്ള ഒരു അടിപൊളി ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് പൊളിക്കും. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രദുവും വിഷ്ണുവും കൂടെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഗീത് വളരെ അടിപൊളി ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മാരക ഓഫർ ചെനം കിട്ടിയതെന്നാണ് ഇത് പറയുന്നത്. സ്വന്തം തമാശ എത്ര ചിരിക്കാൻ മാത്രമല്ല കേട്ടോ. ബാർസലോണയിൽ 4 ദിവസം നമ്മൾ ഒരൊറ്റ വ്ളോഗായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. 4 ദിവസമല്ല, ഒരു ദിവസം നമ്മൾ ഉറങ്ങി തീർത്തു. 3 ദിവസം നമ്മൾ ഒരൊറ്റ വ്ളോഗായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇന്നാണ് നമ്മുടെ ഡേ 1. ഇത് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ഡ്രസ്സാണ് ഇടാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് തണുപ്പുണ്ട്. എത്ര ടെമ്പറേച്ചർ? 7 ഡിഗ്രിയിൽ ഞാൻ ആ ഡ്രസ്സ് ഇട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനമാവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ദേ ഈ ഒരു ജീൻസും ടോപ്പും എടുത്തിട്ടു. ഉച്ചയാകുമ്പോഴേക്കും ടെമ്പറേച്ചർ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ചുമ്മാ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഇതേ റെഡിയായി. നമ്മൾ ഫസ്റ്റ് പോകുന്നത് സെഗ്രിദ ഫെമിലിയ ചേർച്ചിക്കാണ്. ബാർസലോണയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ചേർച്ചാണ് സെഗ്രിദ ഫെമിലിയ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി, എല്ലാം റെഡിയായി ഇറങ്ങി. നമ്മൾ ഫസ്റ്റ് പോകുന്നത് സെഗ്രിദ ഫെമിലിയ എന്ന് പറയുന്ന ഒരു ചേർച്ചിക്കാണ് കേട്ടോ. ഇവിടുന്ന് 28 മിനിറ്റ് നടക്കാനാണ്. പക്ഷെ നമ്മൾ മെട്രോ എടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ ബാങ്ക് കാർഡിനെ സ്കാൻ ചെയ്യാനായിട്ട് പറ്റുന്ന പറയുന്നത്. ആൻഡ് നല്ല വെതറാണ് കേട്ടോ. ഒരു 16-17 ഡിഗ്രി ഒക്കെയാണ് ഉള്ളൂ. ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ബാർസലോണയിൽ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെയായിരുന്നു, ഏകദേശം നവംബർ ടൈമിൽ നമ്മൾ ഗേൾസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാണ്. 2 വർഷം മുന്നേ നമ്മൾ ബാർസലോണയിൽ വന്നപ്പോൾ എടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് പിക്കാണ് കേട്ടോ ഇത്. ചുമ്മാ ഇതിനിടയിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ ബാങ്ക് കാർഡ് നമുക്ക് യൂസ് ചെയ്യാന്നാണ് കേട്ടോ. പക്ഷെ പറ്റില്ല. അതുകൊണ്ട് ഇവരിവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ സ്റ്റേയിലുള്ള ആൾക്കാർ പറഞ്ഞായിരുന്നു ഈ സ്ഥലം, അതായത് സബ്വേ യൂസ് ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിക്കണം, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. 4 പേർക്കും കൂടെ 48 മണിക്കൂറിന് €65 60 കേട്ടോ ടിക്കറ്റ് പ്രൈസ്. അപ്പൊ നമ്മളിതേ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് €16 50 48. ഓ ശരിയാ, €16 50 48 മണിക്കൂർ ടിക്കറ്റ്. €16 50 ഒരു 48 മണിക്കൂർ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത്. ആദ്യം നമ്മൾ ടിക്കറ്റ് അവിടെ ഇൻസേർട്ട് ചെയ്യണം. ആ ടിക്കറ്റ് ഇത് കൂടെ വരും. കളക്ട് ഇറ്റ്. ഞാൻ ഓൾറെഡി സെഗ്രിദ ഫെമിലിയയിൽ പോയതാണ്. അതുകൊണ്ട് എനിക്ക് അകത്ത് കയറാൻ വേണ്ടി പ്ലാനില്ല. ഇവർ 3 പേരും കൂടെ അകത്ത് എല്ലാം കണ്ടുവരുമ്പോൾ ഞാൻ പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാന്നാണ് ഞാൻ വിചാരിക്കണേ. നമ്മളിത് ഇവിടെ വന്നിറങ്ങിയപ്പോൾ ബാക്കിൽ കാണുന്ന തന്നെ നമ്മുടെ സെഗ്രിദ ഫെമിലിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, വേൾഡ് ഫേമസ് ആർക്കിടെക്ട് ആന്റണി ഗൗഡിയുടെ വൺ ഓഫ് ദ പോപ്പുലർ ക്രിയേഷനാണ് സെഗ്രിദ ഫെമിലിയ. 1882 സെഗ്രിദ ഫെമിലിയയുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് 2024 ഏകദേശം 140 വർഷമായിട്ട് ദിസ് ചേർച്ച് ഇസ് അണ്ടർ കൺസ്ട്രക്ഷൻ. ആൻഡ് ഇപ്പോൾ ഫൈനൽ ഫേസ് ഓഫ് കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2030 അല്ലെങ്കിൽ 2032 കൂടെ കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ തീരുന്നുള്ളതാണ്.
വിഷ്ണുവും പ്രതുവും ഗീതുവും ചേർച്ച് അകത്ത് കയറി കാണുന്നില്ല, പുറത്തുനിന്ന് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഡിസൈഡ് ചെയ്തത്. ഞാനിവിടെ മുന്നേ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചേർച്ച് അകത്തുനിന്ന് കണ്ടതാണ്. ഞാൻ നിങ്ങളെ കംപ്ലീറ്റ്ലി കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞങ്ങളിവിടെ വന്നപ്പോഴും നമ്മളിവിടെ പോയായിരുന്നു കേട്ടോ. നല്ല വൈബുള്ളൊരു സ്ഥലമായിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ ചുറ്റുമല്ലേ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, കുറേ പേര്, കുറേ പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ടിക്കറ്റിന് 26 euros ആണ് കാണിക്കുന്നത്. ഞാൻ അത് വിഷ്ണു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഐഷു ഇന്ന് കുറച്ച് കലിപ്പിലായി പോയി, അതുകൊണ്ട് ഐഷുവിന് ഇന്ന് വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഗീതു ആണ് നിങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് ഐഷുവിന്റെ ഇന്ന് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നത്. ഐഷു ഒന്ന് മുഖം കാണിക്കൂ. കലിപ്പൈഷു മുഖം കാണിക്കൂ. കണ്ട ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഇതാണ് നിങ്ങളുടെ ഐശ്വര്യ സ്ഥിരം സ്ഥായിഭാവം. ഞങ്ങൾ തമ്മിലുള്ള തെറ്റ് തീർന്നു എന്നാണ് ഇഷ്ടം അവകാശപ്പെടുന്നത്. പക്ഷെ എനിക്ക് അത്ര തീർന്നിട്ടില്ല. ഒരുമാതിരി ഞാനൊരു അങ്ങനെ തെറ്റൊക്കെ മാറിയ സ്ഥിതിക്ക് നമ്മളൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറാമാനെ കണ്ടോ നിങ്ങൾ? എന്തിനാണ് തെറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് 1-2 കാര്യങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അതിപ്പോൾ വാങ്ങിക്കേണ്ടെന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോൾ വിഷ്ണു പറഞ്ഞ ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ച് നേരം ഞാൻ തെറ്റി. വിഷ്ണുവിൻ്റെ അടി ഉണ്ടാക്കാനും തെറ്റാനും ഒക്കെയുള്ള സ്കില്ല് വളരെ കുറവാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ തന്നെ ലീഡ് എടുക്കണം. ചുമ്മാട്ടോ. എന്തായാലും അകത്ത് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തിരിച്ചു പോകാനുള്ള മെട്രോ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഐറ്റം കാണിച്ചു തരട്ടെ കേട്ടോ. ഇതെനിക്ക് പ്രതു എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു പവർ ബാങ്ക് ആണ്. ഇത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, പക്ഷേ എന്നാലും എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്തതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാർസലോണയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. നമ്മുടെ സ്റ്റേന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഫുഡ് മാർക്കറ്റ് വരുന്നത്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ മാർക്കറ്റിന്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരു ലോഡ് ഫുഡ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കഴിച്ച് ഇവിടെ നിന്ന് മരിച്ചായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ അതിനാണ് പോണത്. ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം കുറച്ച് സ്നാക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗീതുവിന് ഭയങ്കര ഇഷ്ടമാണ് എംപനാഡാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊരു ബീഫ് എംപനാഡിയും ഒരു ചിക്കൻ എംപനാഡിയും ഓർഡർ ചെയ്തു. ഈ കടയിൽ തന്നെ വേറെ ഒരുപാട് സ്നാക്സ് ഉണ്ട്. അതൊന്നും കഴിച്ച് വയറ് നിറയ്ക്കരുത്, നമുക്ക് നമ്മുടെ മെയിൻ സ്പോട്ടിൽ പോയി കാര്യമായി കഴിക്കാനുള്ളതാണെന്നാണ് ഞാൻ ഗീതുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു സ്പൈറൽ പൊട്ടേറ്റോസ് കണ്ടത്. എനിക്കാണെങ്കിൽ ഈ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർ ശോഭ സിറ്റി മാളിൻ്റെ ഏറ്റവും മുകളിൽ ഇത് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് 1-2 തവണ പോയി കഴിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് അത്രയൊന്നും പോരാട്ടോ. കഴിക്കാൻ ഭയങ്കര ഹാർഡായിരുന്നു. ആൻഡ് സോസും എനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. വേറെ എവിടെയും നിന്ന് അധികം തട്ടിത്തിരിയാതെ നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ടെത്തി. കഴിഞ്ഞ് നമ്മുടെ ബാർസലോണ വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ടേസ്റ്റാണ് എന്നെ വീണ്ടും ഇവിടെ വന്നെത്തിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അവർ ക്ലോസ് ചെയ്തു. ഗൂഗിളിൽ കാണിച്ച ടൈമിംഗ് ആയിരുന്നില്ല, കുറച്ചും കൂടെ മുന്നേ അവർ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റാളിൽ പോയി ഇവിടെ നിന്ന് ഞാൻ അറഞ്ചം പുറഞ്ചം ഞാൻ ചെമ്മീനും മത്തിയൊക്കെ കഴിച്ചു. ജാക്കറ്റൊക്കെ ഊരി റെഡിയായി. പ്രതു വേണം എല്ലാവർക്കും ഇത് റെഡിയാക്കി തരാൻ. നന്നായി മേത്തറച്ച്. ഓ മൈ ഗോഡ്, പാർക്ക് ജോലിയോട് നല്ല ദൂരം കേട്ടോ. ഒന്നൊന്ന് റെഡിയായി. ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും എന്റെ മോന്നൊക്കെയാക്കി വിട്ടത്. നല്ല ബേഷായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്വല്പം മധുരം അത് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കാണുന്ന സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിതിരിഞ്ഞ് മെല്ലെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളെല്ലാവരും കുറച്ച് ടയർഡാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെക്റ്റിക് ആക്കണ്ട, നമുക്ക് സ്ലോലി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മളെല്ലാവരും ഡിസൈഡ് ചെയ്ത്. തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി. അവിടുന്ന് സ്പെയിൻ്റെ വെരി പോപ്പുലർ സാംഗ്രിയും പൈലയാണ് നമ്മൾ ഡിന്നറിന് കുടിക്കും കഴിക്കുകയും ചെയ്തത്. ഞാൻ ആ പൈലയുടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. നല്ല അടിപൊളി ഡിന്നറായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും പോയി കിടന്ന് സുഖമായി ഉറങ്ങി.
ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഏകദേശം 12 മണിയായി. അപ്പോഴാണ് നമ്മൾ ഇന്ന് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുന്നത്. നേരെ പോകുന്ന ഫുഡ് കഴിക്കാനാണ്. എന്റെ ബ്ലഷ് കുറച്ച് കൂടി പോയോ. നേരത്തെ എനിക്ക് എന്നെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. പ്രതു ഉണ്ട്, വിഷ്ണു ഉണ്ട്, ഗീത ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ ലാ റംല എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിൽ ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട്. ഇന്നലെ നമ്മൾ പോയപ്പോ അടച്ചു പോയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം പോണത് കേട്ടോ. ഒന്നും കഴിച്ചിട്ടുള്ള രാവിലെ തൊട്ട് നല്ല വിശക്കുന്നുണ്ട്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒന്നും കൂടെ അവിടെ പോകണം എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ ബാർസലോണ. ഞാൻ 2 കൊല്ലം മുന്നേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു എനിക്കൊന്നും കൂടി സിറ്റി കാണാൻ പറ്റണേ. എനിക്ക് ആ സിറ്റിയുടെ വൈബും ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരാരും ബാർസലോണ വന്നിട്ടില്ലല്ലോ, എന്നാൽ നമുക്ക് ബാർസലോണ തന്നെ പോകാൻ തീരുമാനിച്ച് നമ്മളിതേ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത്. നമ്മളിപ്പോൾ ലാ റംലയിൽ ലാ ബുക്കേറിയ എന്ന് പറയുന്ന ഒരു ഫുഡ് മാർക്കറ്റിലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ മിസ് ചെയ്ത ഫുഡില്ലേ, അത് കഴിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ എണീറ്റുടനെ വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അങ്ങനെ രാവിലെ ഏകദേശം 11:45 നമ്മൾ ദേ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഈ റെസ്റ്റോറൻറ്റ് അടച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെ എത്തി വേണ്ട ഐറ്റംസ് എല്ലാം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല പഴക്കമുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. 1987 ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ സീറ്റ് കിട്ടിയത്. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നിരിക്കുകയാണ് അവര്. ഇതിൽ നമുക്ക് വേണ്ട സാധനം നമ്മളിതേ ഇങ്ങനെ കറപ്പിക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലേ, ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട്. ഞാനിവിടെ വന്ന് ഈ സീറ്റിൽ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോണതെന്ന്. കാരണം കഴിഞ്ഞ തവണ നമ്മളെല്ലാവരും കൂടെ ബാർസലോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ലഞ്ച് കഴിച്ചത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ. ആൻഡ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ ഇവിടുന്ന് ലഞ്ച് കഴിക്കണം. അങ്ങനെയാണ് ഞാൻ ഇവരെല്ലാവരെയും കൂടെ കൂട്ടി ഇവിടെ എത്തിയത് കേട്ടോ. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തൊരു സാംഗ്രിയ വെച്ചിട്ടായിരുന്നു. സ്പെയിനിൽ വന്നിട്ട് നമ്മൾ കുടിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് സാംഗ്രിയ ആയിരുന്നു അത്. പിന്നെ നമ്മൾ എന്തൊക്കെ ഫുഡാണ് ഓർഡർ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പെപ്പർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ സോൾട്ടിലിട്ടിട്ടുള്ള ഒരു പെപ്പറാണ്. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. വിഷ്ണു അത് മടാന്ന് എടുത്ത് അടിക്കുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് പിന്നെ കാണാം. പിന്നെ പ്രതു ഒരു സ്ക്വിഡിൻ്റെ ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണു ഗീതുവും അധികം ഫിഷ് കഴിക്കാത്തതുകൊണ്ട് അവരിതേ ഒരു ചിക്കൻ ക്രോക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഗീതുവിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഒരു ഫ്രൈഡ് ഡംപ്ലിംഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ ഈ ക്രോക്കറ്റും ഡംപ്ലിങ്ങും ഒന്നും കഴിച്ചിട്ട് വയറിലെ സ്പേസ് അധികം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഉദ്ദേശം മാക്സിമം മീൻ അകത്താക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഫുൾ ഫോക്കസ് അതിൽ തന്നെയായിരുന്നു. ഞാനും വിഷ്ണുവും ഫുഡിൻ്റെ പ്രിഫറൻസിൽ 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്കിഷ്ടമുള്ളതൊന്നും വിഷ്ണുവിന് ഇഷ്ടമല്ല, വിഷ്ണുവിന് ഇഷ്ടമുള്ളതൊന്നും എനിക്കും ഇഷ്ടമല്ല. ആ മത്തി ഇരിക്കുന്നത് കണ്ടോ? മത്തിയൊക്കെ ഫോർക്കും വെച്ച് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂരതയാണ്. അതുള്ളൂ. എന്നാലും നമ്മുടെ മറ്റേ റെസ്റ്റോറന്റിലെ ചിക്കൻ ഉണ്ടല്ലോ ഇപ്പോഴും എനിക്ക് പേടിയാ. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തോളാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം ഒന്ന് വിടാതെ എല്ലാം നമ്മൾ കഴിച്ചു തീർത്തു കേട്ടോ. അങ്ങനെ ബില്ലും സെറ്റിൽ ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. വിഷ്ണു ഗീതു നേരത്തെ സ്ഥലം വിട്ടു. കാരണം വിഷ്ണുവിന് ഈ ഫിഷിൻ്റെ സ്മെല്ല് അത്ര പറ്റില്ല. അപ്പോൾ വിഷ്ണുവും ഗീതുവും പുറത്തിറങ്ങി. ഞാനും പ്രതുവും കൂടെ ഈ മാർക്കറ്റ് ഒന്ന് നടന്ന് ഈ ഫിഷിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ ആ നടത്തത്തിൽ നമ്മളിവിടെ കടലിലുള്ള ഒട്ടുമിക്ക എല്ലാ ജീവികളെയും കണ്ടു കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മളങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. വിഷ്ണു മനം മടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. കാരണം വിഷ്ണുവിന് മീനിന്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഈ ഏരിയക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഗീതുവും വിഷ്ണുവും അപ്പുറത്ത് ഗീതു വിഷ്ണുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും പ്രതുവും കൂടെ പോയിട്ട് ആ ഫിഷ് ഏരിയ ഒക്കെ ഒന്നും കൂടെ കവർ ചെയ്തു. ആ നാട്ടിലെ ഫിഷ് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോ ഇവിടെ ഭയങ്കര വലിയ ഫിഷ് മാർക്കറ്റ് അല്ലേ. അത്രയും മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ അത്രയും ഒരുപാട് മീന്, ഒരു രക്ഷയില്ല. ആൻഡ് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് അവരെല്ലാ ഷോപ്സും വെക്കുന്നത്. നല്ല അടിപൊളിയായിട്ട്. അതാ കണ്ടത് ചേച്ചീനെ. ഇവിടെ കഴിച്ചു കഴിഞ്ഞ് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കണം കേട്ടോ. കാരണം വിഷ്ണു അവിടെ നിന്നുള്ള ഒരു ലോഡ് പെപ്പേഴ്സ് കഴിച്ചിട്ട് വയറ് ഭയങ്കര എരിയുന്നു. അപ്പൊ ഐസ്ക്രീമോ യോഗേട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, how are you feeling?
ഉള്ള പെപ്പർ മുഴുവൻ എടുത്ത് അടിക്കുമ്പോ ആലോചിക്കണേ, ചെന്നപ്പോ തൊട്ടിട്ട് ചോറ് ചോറ് തിന്നുന്ന പോലെ പെപ്പർ എടുത്ത് അടിക്കുന്ന. വിഷ്ണു ഇന്നലെ ഈ ഐസ്ക്രീം കട കണ്ടിട്ട് വിഷ്ണു പുച്ഛിച്ച് തള്ളി പോയതാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടുന്ന് ബാർസലോണന്ന് പോകുന്നില്ലല്ലോ, സോറി, അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ ടോപ്പ് ഓഫ് സ്പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. എന്താണ് വിഷ്ണു പെട്ടെന്ന് ഗീതോണ്ടൊരു സ്നേഹം വീഡിയോ കണ്ടോണ്ടാവുന്നത്, പെട്ടെന്ന് വിഷ്ണു ഷോൾഡർ മാറി പിടിച്ചു. ഇവർ ഇത്രയും തിരക്കിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ഞാനും പ്രതുവും കൂടെ പറയായിരുന്നു, എന്തിനാ ഇവർ ഇത്ര തിരക്കിട്ട് പോകണേ, നമ്മൾ വന്നാൽ എല്ലാവർക്കും എന്തായാലും പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. യെസ്, അങ്ങനെ നമ്മളിതേ മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെടുത്ത ടിക്കറ്റിൽ നമ്മൾ തീരെ ക്യാബും കാര്യങ്ങളൊന്നും വിളിച്ചിട്ടില്ല. ആൻഡ് നമുക്ക് ഇവിടുന്ന് ആദ്യം മെട്രോ എടുത്തിട്ട് ഒരു പോയിന്റ് വരെ പോകണം, അവിടുന്ന് ഒരു ബസ് എടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ടോപ്പ് ഓഫ് സ്പെയിനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. യെസ്, നമ്മൾ അങ്ങനെ ആദ്യമായി നമ്മൾ നിന്ന ലൊക്കേഷൻ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഒരു വെറൈറ്റിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് എന്താ എടുക്കാളൂ, ബസ്സാണോ അറിയില്ല. ഫുനിക്കുലർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഫുനിക്കുലർ, നമുക്കൊരു ഫുനിക്കുലർ എടുക്കണം. എന്താ വിഷ്ണു ഇഷ്ട കലിപ്പ് എന്തിനാ അറിയോ, മറ്റേ മീൻ കഴിക്കാൻ വേണ്ടി പോയ മീൻ കുറച്ച് തെറുപ്പിച്ച് വിഷ്ണുടെ മേത്തേക്ക്. പ്രഭുവിന് ഇഷ്ടപ്പെട്ടായിരുന്നില്ലേ മാർക്കറ്റ്? പ്രഭു വിഷ്ണുവിനെ വിഷ്ണു ഐശ്വര്യ കോമഡി പിന്നെ പറയിപ്പിക്കാനാണ്. എനിക്ക് ഇവരെയും കൂടെ എനിക്ക് കോമഡി കേൾപ്പിക്കാനാണ്. അതുകൊണ്ട് എല്ലാ കോമഡി നിങ്ങൾ ഇൻറ്റു 2 പറയണം. ഒന്ന് ചിരിക്കണം, പിന്നെ ഒന്ന് അഭിനയിച്ചിരിക്കണം. മലമൂട്ടിലാണോ ഗീത് പോണത്? മലമൂട്ടിൽ നമ്മൾ എന്നാണ് ഐശ്വര്യ പറയാൻ പറഞ്ഞത്. മലമേടില്ല, ഗീത് പറഞ്ഞ മലമൂടാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ്. വിഷ്ണു ആണ് എന്റെ ബാഗിന് ടേക്ക് കെയർ ചെയ്യുന്നത്. വിഷ്ണു ഈ ഐശ്വര്യ ഇന്നലെ തൊട്ട് ഇന്നലെ പിടിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഫോട്ടോ എടുക്കേണ്ടി വന്ന സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആകെ ആക്സസറി ബാഗേ ഉള്ളൂ. ആ ബാഗ് പിടിച്ച് ഒറ്റ ഫോട്ടോ എടുത്തിട്ടില്ല. എടുത്തെടുത്ത് 4 എടുത്തു. അങ്ങനെ നമ്മൾ റൈറ്റ് സ്പോട്ടിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ടോപ്പ് ഓഫ് സ്പെയിൻ പോകുന്നത് കേട്ടോ. എനിക്ക് എപ്പോഴും ടോപ്പ് ഓഫ് സ്പെയിൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 14 യൂറോൻ്റെ ടിക്കറ്റാണ് ഒരാൾക്ക് എടുക്കേണ്ടത്. ഏകദേശം 10 മിനിറ്റാണ് ടോപ്പ് എത്താൻ വേണ്ടി എടുക്കുന്നത്. നമുക്ക് ഓടിപ്പോയി ഒരു സീറ്റ് കിട്ടുമോ നോക്കാം കേട്ടോ. കേട്ടോ, ആ ബാഗും പിടിച്ചാൽ മതി. നമ്മളപ്പോ ഈ മലമേട്ടിലേക്കാണോ? നീ വിചാരിക്കുന്ന ഉയരം നിനക്കില്ല, നീ പേടിക്കണ്ട. വലിക്കുന്നതാണോ? സിമ്പിൾ പ്രിൻസിപ്പിളാണ്, കൂടുതൽ കാര്യമായിട്ട്. വിഷ്ണുവിന് പിന്നെ എല്ലാം സിമ്പിൾ ടെക്നോളജിയും സിമ്പിൾ പ്രിൻസിപ്പിളുമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കുട്ടി അമ്യൂസ്മെൻറ്റ് പാർക്ക് സെറ്റപ്പ് ഉണ്ട്. അതിന് ടിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് മുകളിലെടുക്കാം. നമ്മൾ ചെന്ന ഉടനെ കാണുന്ന ഈ ഒരു അടിപൊളി പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു റൈഡ് അവർ വെച്ചിട്ടുണ്ട്. അതായത് ആ താഴെ കണ്ട പോർഷനല്ലേ, അത് കറങ്ങി ഏറ്റവും മുകളിൽ പോവും. അവിടുന്ന് നമുക്ക് ആ പള്ളിയുടെ ഫോട്ടോ നല്ല അടിപൊളിയായി എടുക്കാം. പക്ഷെ ഭയങ്കര ഹൈറ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും പരസ്പരം കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഹൈറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോസ് 1-2 ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വിഷ്ണു എന്നെ ചെറുതായി പിരിയേറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പേടിയില്ലെങ്കിൽ എന്തായാലും ആ റൈഡിലൊന്ന് പോയി കയറാൻ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല. എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് നേരത്തെ കണ്ട പള്ളി ഒന്ന് പോയി കാണുക എന്നുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും താല്പര്യം പ്രദൂനാണ് കേട്ടോ. പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു. നമുക്ക് ഭയങ്കര മെഡിറ്റേറ്റ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ. നമ്മളെല്ലാവരും കുറച്ച് നേരം ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇവിടെ ഇരുന്നു. അതിനുശേഷം മെല്ലെ പുറത്തോട്ടിറങ്ങി. ഞാനും വിഷ്ണു പള്ളിയിൽ കയറി ഇറങ്ങി. പ്രദൂന് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയൊക്കെ. അപ്പോൾ പ്രദു അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജാക്കറ്റിൽ കണ്ടോ ഫുൾ മേക്കപ്പ് ആയിരിക്കുന്നത്. അതൊക്കെ ഒന്ന് പ്രോപ്പർലി ക്ലീൻ ചെയ്യണം. ഇനി ഇങ്ങനെ വരുവാണ്ടേ ഈ മേക്കപ്പാണ് കംപ്ലീറ്റ്ലി അതിൽ വരുന്നത്.
നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ പള്ളിക്ക് 2 സെഷൻ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു ഭാഗത്താണ് നമ്മൾ പോയത്. പിന്നെ ഈ സ്റ്റെയർസൊക്കെ കയറി ഏറ്റവും മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ സ്പെയിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തുന്നത്. ആൻഡ് ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് ഏകദേശം 5 യൂറോ വരുന്ന ടിക്കറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതൊക്കെ അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് കേട്ടോ. ഇങ്ങോട്ടൊന്നും വരാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണ്ട. ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ മുകളിലോട്ട് വന്നിട്ട് തന്നെ ഈ ഒരു വ്യൂ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഗീതുവിൻ്റെ കോട്ടുവായ നിങ്ങൾ കാര്യമായി മൈൻഡ് ആക്കണ്ട കേട്ടോ. ഈ ഒരു മിഡ് പോയിന്റിൽ നിന്ന് ഏകദേശം കുറച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, പിന്നെ ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല ടിക്കറ്റ്, നമുക്ക് ഏറ്റവും ടോപ്പ് വരെ പോകാമെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു എലിവേറ്റർ എടുത്തിട്ട് വേണം ഒരു പോയിന്റ് വരെ പോകാൻ. അവിടുന്ന് ശേഷം നമ്മൾ സ്റ്റേഴ്സിൽ വേണം ഏറ്റവും ടോപ്പ് ഓഫ് സ്പെയിൻ പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ബാർസലോണയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് കേട്ടോ. എത്രയാണ്? 564 മീറ്റേഴ്സ് ഫ്രം സീ ലെവൽ. അവിടെ നമ്മൾ മുകളിൽ ഇവിടുന്ന് നോക്കിയാലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്യൂസ്മെന്റ് പാർക്ക് എത്ര മണി വരെയാണ്? താഴോട്ടൊരു ഇപ്പൊ ഒരു പോക്കുമുണ്ട്. നോക്ക്, അത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ ആ ഒരു യെല്ലോ ബോക്സ്? അതാണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു റൈഡ്. ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും എന്നുള്ളത്. എന്തായാലും നമ്മൾ ആരും അതിൽ കയറിയില്ല, കാരണം നല്ല ഹൈറ്റാണത്. യെസ്, അങ്ങനെ നമ്മൾ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫുൾ മേക്കപ്പ്. അപ്പോൾ നമ്മളിവിടെയുള്ള 1-2 റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്കൊന്ന് രാത്രി 8:30 ഒരു ഫ്ലമിംഗോ ഡാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പോകണം, ഡിന്നർ കഴിക്കണം. പറ്റുകയാണെങ്കിൽ നമ്മളൊരു പാർട്ടിക്ക് പോകുന്നുണ്ട്. ഉണ്ടോ വിഷ്ണു? വിഷ്ണു ഇല്ല പാർട്ടിക്ക്? നിങ്ങളുണ്ടോ പാർട്ടിക്ക്? പാർട്ടിക്ക് വരുന്നോ ഇല്ലെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ 3 ദിവസമായി പാർട്ടിക്ക് പോകാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ പോയിട്ടില്ല. അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഭാഗമായിട്ട് കിഡ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട് വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷ്ണു നല്ല എൻ്റർടൈൻഡ് ആവുന്നുണ്ടായിരുന്നു ആൻഡ് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കുറേ നേരം ഇത് പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഇങ്ങനെ നടന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു കാര്യമില്ല, അതാ സൈഡിൽ ഇരുന്നിട്ട് ആ റൈഡിൽ പോകുന്ന എല്ലാരെ പറ്റി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. വൈ ഗൈസ്? ഗീതുവിൻ്റെയും പ്രദുവിൻ്റെയും ഈ ഒരു റൊമാൻസോട് കൂടെ നമ്മൾ സ്ഥലം വിടുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഈ മല ഇറങ്ങണം, അതിനുശേഷം ബസ് എടുത്തിട്ട് മെട്രോ സ്റ്റേഷനിൽ പോകണം. ആൻഡ് മെട്രോ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേയിലോട്ട് പോകാം. ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ താഴെ എത്തിയ ഉടനെ ബസ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഓടിപ്പിടിച്ച് ബസ്സിൽ കയറി. പക്ഷെ കയറി 1-2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ബസ്സിലാണ് കയറി എന്നുള്ളത്. പിന്നെ നമ്മൾ 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി എങ്ങനെയെങ്കിലും പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റേയിലോട്ട് എത്താനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത്തവണ സ്റ്റേ എടുത്തത് നല്ല അടിപൊളി ലൊക്കേഷനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പോയിന്റിലോട്ട് മാത്രമാണ് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി വേറെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളതേ ഇവിടെ വന്ന് ഇറങ്ങി. നല്ല അടിപൊളിയായിട്ടുള്ള ഇവർ ഈ സിറ്റി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. അതിനുശേഷം നമ്മൾ സ്റ്റേയിൽ പോയിട്ട് റെഡിയായി നമ്മളിനി നമ്മുടെ ഫ്ലമിംഗോ ഡാൻസ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത്രയും കാര്യമായി ഡ്രസ്സ് ചെയ്യാൻ കാരണം ഈ ഒരു ഡാൻസ് ഷോയ്ക്ക് ശേഷം നമുക്കൊരു പാർട്ടിക്ക് പോകണം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറേ റീസൺസ് കാരണം നടന്നില്ല. പക്ഷേ എന്തായാലും നമുക്കിപ്പോൾ ഷോ കാണാൻ വേണ്ടി പോവാം. നമ്മുടെ ട്രിപ്പ് ഗൈഡ് ചെയ്യുന്ന ഗീതുവാണ് കേട്ടോ. ഗീതു പ്രോപ്പറായിട്ട് ആക്ടിവിറ്റീസും ലൊക്കേഷൻസും ഒക്കെ കണ്ടുപിടിക്കും. മാപ്പൊക്കെ ഇട്ട് ഗീതുവാണ് പോയിന്റിലോട്ട് നടക്കുക. നമ്മൾ ഒന്നും അറിയാതെ വർത്താനം പറഞ്ഞ ഗീതുവിനെ ഇങ്ങനെ ഫോളോ ചെയ്യും. എന്തായാലും നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. നമുക്കിനി പോയി ഷോ കാണാം. Videos are allowed. Please make sure your phone doesn't disturb the people seated behind you. The flash must be turned off. Now, please sit back, relax and enjoy the show. 1 hour പ്രോഗ്രാം വരുന്നത് കേട്ടോ. ആൻഡ് ടിക്കറ്റ് പല രീതിയിലുണ്ട്. ഏറ്റവും ഫ്രണ്ടിലിരിക്കണം എന്നുണ്ടെങ്കിൽ വേറെ പ്രൈസാണ്. നമ്മളെടുത്ത ടിക്കറ്റ് 30 യൂറോൻ്റെ ആയിരുന്നു. ഈ ഒരു ഷോ
ഷോ നമ്മൾ മിസ് ചെയ്തിരുന്നെങ്കിൽ അതൊരു റിയൽ മിസ്സായേനെ കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ബുക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ. പക്ഷേ ബുക്ക് ചെയ്തത് വാസ് എ റിയലി ഗുഡ് ഡിസിഷൻ. നമ്മൾ 4 പേരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആര് സ്പെയിനിൽ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലമിംഗോ ഡാൻസ് പോയി കാണണം. അതൊരു റിയൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ 1 മണിക്കൂർ മൊത്തം വിഷ്ണു കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ വിഷ്ണു ഒരു ഡാൻസ് ഒന്നും അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇത് കാണാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തതിന്. അതിനുശേഷം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മുടെ 4 പേരുടെയും വിശന്ന് കിളി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സ്പാനിഷ് ഫുഡൊക്കെ കഴിച്ചൊരു സാച്ചുറേഷൻ വന്നായിരുന്നു. എവിടുന്നെങ്കിലും കുറച്ച് ചോറോ കഞ്ഞിയോ തരുമോ എന്നുള്ളൊരവസ്ഥയ്ക്ക് എത്തിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടാണ്. Lovely. How are you feeling? It is very nice. കരയോ? ഇവന് അതേ ഫീൽ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇഡ്ഡലി, വട, മസാല ദോശ, നെയ് റോസ്റ്റ് പറ്റുന്ന ഐറ്റംസ് എല്ലാം കഴിച്ചായിരുന്നു കേട്ടോ. ഇവിടെ സ്പെയിനിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടായിരുന്നു എന്തൊക്കെ ഫുഡും ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സുമാണ് ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് 1-2 പേര് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്പെയിനിലൊക്കെ വന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ ആരെങ്കിലും പോയി കഴിക്കുമോ എന്നുള്ളത്. പക്ഷേ ഡേ 3 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇന്ത്യൻ കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ നേരെ ഓടി ഇവിടെ വന്ന് ഈ കാണുന്ന എല്ലാം വാരി വലിച്ച് കഴിച്ചു. ഇന്നത്തെ വ്ളോഗിന്റെ അവസാനം നാളെ വേറെ വ്ളോഗ്. നാളെ വേറെ വ്ളോഗില്ല, 3 ദിവസം ഒരു വ്ളോഗാണ്. അല്ല, ഞാൻ 2 ദിവസം ഒരു വ്ളോഗും അടുത്ത ദിവസം വേറെ വ്ളോഗും ആണ്. ക്യാമറയിൽ കണ്ടോ അതില് അത് കാണിക്കൂട്ടോ. പ്രശ്നമുണ്ട്. ആ തല പകുതി തല എന്റെയാണ്. അതെന്റെ പ്രതിച്ഛായ മതി. നമ്മളൊക്കെ തമാശക്ക് വരാട്ടോ. അവളെ തലയിൽ എന്റെ ത്രണ്ട് ഓടുന്നുണ്ട്. വീഡിയോ എങ്ങനെ സെല് ചെയ്യാം. ഞാൻ പക്ഷെ ക്ലിക്ക് ബൈറ്റ് അധികം യൂസ് ചെയ്യാറില്ല. ഐ ഡോണ്ട് യൂസ് ക്ലിക്ക് ബൈറ്റ്സ്. പാക്ക് ചെയ്ത് എനിക്ക് ഇറങ്ങണം, നമുക്ക് ഇറങ്ങണം. എല്ലാ ലഗേജസും നമ്മൾ കൃത്യമായി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി തിരിച്ച് വന്ന് ലഗേജ് എടുത്ത് നേരെ എയർപോർട്ടിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ 48 മണിക്കൂർ വരുന്ന ഒരു മെട്രോന്റെ പാസ്സാട്ടോ എടുത്ത്. മെട്രോന്റെ അല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ എടുത്ത്. എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ 48 മണിക്കൂറിൻ്റെ എടുത്ത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ ടാക്സിയും കാര്യങ്ങളൊന്നും അധികം എടുക്കേണ്ടി വന്നിട്ടില്ല. വന്നിട്ട് ആദ്യം വിഷ്ണുവിന് വയ്യാതെയായി. ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് ലോ ആണ്. എനിക്കൊരു പനി, തൊണ്ടവേദന ഫീലൊക്കെ ഉണ്ട്. അല്ല വിഷ്ണു? ഞാനിന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് ഗീതുവിൻ്റെയും പ്രദുവിൻ്റെയും കൊണ്ടൊരു മിക്സാണ് കേട്ടോ. ഉള്ളിലിട്ടിരിക്കുന്ന സ്വെറ്റ് ഷർട്ട് ഗീതുവിൻ്റെയും പുറത്തിട്ടിരിക്കുന്ന ആ ഒരു ഷർട്ട് പ്രദുവിൻ്റെയാണ് കേട്ടോ. കാരണം ഞാൻ 1-2 ഡ്രസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് കോൾഡ് പോലെയും കൂടെ ഫീൽ ചെയ്യുമ്പോൾ എനിക്കതൊന്നും ഇടാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലം ഒരുപാട് പേരുടെ ഇമോഷനായിരിക്കും അല്ലേ? ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് വരണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരിക്കും ഇത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ തീരെ ഫുട്ബോൾ ഫോളോ ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യാത്തത്. ക്രിക്കറ്റൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ. നമ്മളിങ്ങോട്ട് എൻ്റർ ചെയ്ത ഉടനെ ഒരുപാട് സ്റ്റോഴ്സാണ് കേട്ടോ ഫ്രണ്ടിലുള്ളത്. ഒരുപാട് സൊവനീഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഒരു സൊവനീർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് സ്റ്റേഡിയത്തിലെ പുല്ലില്ലേ, ആ പുല്ല് അവരെടുത്തിട്ട് ഇങ്ങനെ സൊവനീറായിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കീ ചെയിനും ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരുപാട് ഗെയിംസും കുട്ടി കുട്ടി ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു പുറത്ത്. ഞാനും ഗീതും അതൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് നടന്ന് കണ്ടതിന് ശേഷം നമ്മളിവിടുന്ന് മെല്ലെ പോകാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി ഭാഗങ്ങൾ പ്രദു എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം അകത്ത് ടിക്കറ്റ് എടുത്തിട്ട് കയറി കാണാൻ മാത്രം ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. പക്ഷേ എനിക്ക് കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രദു എനിക്ക് വീഡിയോ എടുത്ത് തരും. ഇപ്പം തൽക്കാലം നമ്മളിവിടെ വന്നിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ബാർക്കയിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോയെങ്കിൽ മോശമല്ലേ?
നമ്മൾ 48 മണിക്കൂറിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എക്സ്പയർഡ് ആയി. ഇനി നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു പാസ് എടുക്കണം. ആൻഡ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ സ്റ്റേയുടെ വളരെ അടുത്ത് തന്നെയുള്ള ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ. അതാണ് നമ്മൾ ഇത്രയും വന്നതിൽ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് പോസിബിലിറ്റീസ് ഉള്ളൊരു സ്ട്രീറ്റായിട്ട് തോന്നിയത്. സോ അങ്ങോട്ട് പോവുകയാണ്. ഭയങ്കര ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ സെഫോറ ഉണ്ട്. അപ്പോൾ സെഫോറ നെതർലാൻഡ്സിലില്ല. അപ്പോൾ സെഫോറയിൽ നിന്ന് എനിക്ക് കുറച്ച് ആവശ്യമുള്ള ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് സോവനീർസും കാര്യങ്ങളും, അത്രയേ ഉള്ളൂ. ഗിദ്ദു ഒരു സോന നമുക്ക് കിട്ടി ജ്യൂസ് ഗ്ലാസിൻ്റെ കൂടെ. ഞാനും ഗീതവും കൂടെ മെട്രോ സ്റ്റോപ്പ് വരെ നടന്നെത്തുമ്പോഴേക്കും വിഷ്ണുവും പ്രതുവും കൂടെ ദേ ഇവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ സ്ക്രീനിൻ്റെ അടുത്തോട്ടാണ്. അവിടെ ബാർസലോണ പ്ലേയേഴ്സിനെ എല്ലാം അവരുടെ റിയൽ ലൈഫിനേക്കാളും വലിയ ഇമേജിൽ ഒരു വീഡിയോ ഗെയിം പോലെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയായിരുന്നു കേട്ടോ, മിസ്സായാലോ, ജസ്റ്റ് ഒന്ന് എടുത്ത് ടിക്കറ്റ് എടുത്ത് അഗമൊക്കെ ഒന്ന് കണ്ടു വരായിരുന്നു എന്നുള്ളത്. സോ ആ കാണുന്നതാണ് ആ ഒരു വലിയ സ്ക്രീൻ. നമ്മുടെ ഒരു ഫ്രണ്ട് മുന്നേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ബാർസലോണ ഫാനാണ്. പുള്ളി ഇതെല്ലാം കണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലാവും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മെസ്സിയുടെ ജേഴ്സിയും പുള്ളി ബാർസലോണയ്ക്ക് വേണ്ടി നേടിയ ഗോൾഡൻ ബൂട്ട്സും. അടിപൊളിയല്ലേ? പിന്നെ അതെ, കുറേ കാലമായിട്ട് ബാർസലോണയ്ക്ക് വേണ്ടി കളിച്ച പ്ലേയേഴ്സിൻ്റെ എല്ലാം ജേഴ്സി അവരിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. റൊണാൾഡോൻ്റെ ജേഴ്സി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതെ, നിങ്ങളിപ്പോൾ കാണുന്നത് ക്ലബിൻ്റെ ട്രോഫി കളക്ഷനാണ് കേട്ടോ. ഇത് ഫുട്ബോളിൻ്റെ മാത്രമല്ല, ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിച്ചിട്ടുള്ള എല്ലാ ഗെയിംസിൻ്റെയും, അതായത് ഹാൻഡ്ബോൾ, ഫുട്ബോൾ എല്ലാത്തിൻ്റെയും ട്രോഫികൾ അവർ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും തോന്നിയായിരുന്നു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമായിരുന്നല്ലോ, ചുമ്മാ ഒന്ന് പോയി കണ്ടുവരായിരുന്നു എന്നുള്ളത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളിതേ മെട്രോ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ട്രീറ്റിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് സോവനീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു 2-3 മെട്രോ സ്റ്റോപ്പാണ്. നമ്മളിതേ ഇവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റിലെത്തി സോവനീർസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാര്യം ഫ്ലമിംഗോ ഡാൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ തന്നെ ഒരു സുവനീറാണ് ഞാനും ഗീതുവും വാങ്ങിയത്. അതെല്ലാം വാങ്ങി കുറച്ച് ആ സ്ട്രീറ്റിലൂടെ നടന്നപ്പോഴേക്ക് ദേ വിഷ്ണുവും പ്രതുവും തിരിച്ചെത്തി. ഐ തിങ്ക് ഇറ്റ്സ് എൻഡ് ഓഫ് അവർ ഷോപ്പിംഗ്. വിഷ്ണു പ്രതുവും എത്തി. നമ്മൾ വന്ന ഉടനെ ദേ ഒരു ഊബർ വിളിച്ചു. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും എടുത്ത് നമ്മൾ ഊബറിലോട്ട് വെച്ചു. നമ്മൾ ഇവിടെ നിന്ന് ഊബർ വിളിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മുടെ പാസ് എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഊബർ വിളിക്കുന്നതാണ് പിന്നെ രണ്ടാമതൊരു പാസ് എടുക്കുന്നതിനേക്കാളും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഊബർ എടുത്തത്. ആൻഡ് ദേ നമ്മൾ എയർപോർട്ടിലെത്തി. ഞാനും ഗീതും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രതുവും വിഷ്ണുവും നമുക്ക് ഒരു പാർസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ ഇരുന്ന് എവിടുന്നൊക്കെയോ കഴിച്ചു. അതൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഒരു അടിപൊളി വെക്കേഷനായിരുന്നു. ഒപ്പം നമ്മൾ കുറച്ച് ടയർഡായിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്ലോ ആക്കി എടുത്ത് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാനൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരൊറ്റ വ്ളോഗായിട്ട് മാത്രം ഇട്ടത് കേട്ടോ. ഒരു 3-4 വ്ളോഗായിട്ട് ഇടാൻ മാത്രമൊന്നുമില്ല. എന്തായാലും നമ്മൾ 4 പേരും എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടുന്ന് ബാഴ്സലോണയിൽ നിന്ന് നമ്മൾ പറന്ന് തിരിച്ച് ആംസ്റ്റർഡാമിൽ ചെന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനിയൊരു 2-3 ഡേയ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ച് ജോലിയിലോട്ട് കയറണം. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളൂ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.